കർത്താവിന്റെ വചനം ജെറമ്യ 29:11 നമ്മൾ കാണുന്നു, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. യെസ്, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിന്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണ്, നിന്റെ അനുഗ്രഹത്തിനായിട്ടുള്ളതാണ്, നിന്റെ ഉയർച്ചയ്ക്കായിട്ടൊരു പദ്ധതി ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ട്. നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല. പലപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു പോകും, അല്ലേ? എന്നാൽ ദൈവത്തിന് വ്യക്തമായും നിന്നെ അനുഗ്രഹിക്കുന്നതിനും നിന്നെ ഉയർത്തുന്നതിനും നിന്റെ ജീവിതത്തിൽ നന്മ കടന്നു വരുന്നതിനുമായി ദൈവം ഒരു പദ്ധതിയെ അവിടുന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ജെറമ്യ 31:3 വരുമ്പോൾ അതിന്റെ കാരണം വ്യക്തമാക്കും. എന്താ അതിന്റെ കാരണം? അവിടുത്തേക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവുമാണ്. അത്രമാത്രം ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ചറിയുക, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിങ്ങളുടെ അനുഗ്രഹത്തിനായുള്ള പദ്ധതിയാണ്, നിങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ള പദ്ധതിയാണ്, നിങ്ങളുടെ ഉയർച്ചയ്ക്കായുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതിന് വേണ്ടി ഇന്ന് ഈശോ ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ, നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ആ പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് അവിടുന്ന് നമ്മളെ വഴി നടത്തും. ആ പദ്ധതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഇന്നേ ദിവസം നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മൾ ഓരോരുത്തരെയും കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിലേക്ക് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.